അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സമൂസയാണ് കേട്ടോ. നല്ല കരിമുരാന്നുള്ള സമൂസ. ആ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ലേ. ആദ്യം നമുക്ക് സമൂസയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കണത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്ത ഒരു മീഡിയം സൈസ് സവാള കേട്ടോ. അപ്പോൾ അത് എണ്ണയിലോട്ട് ചേർക്കുക. ഇനി സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ ഈ നോമ്പിന് എല്ലാവരും എപ്പോഴും ഇറച്ചി വെച്ചിട്ട് തന്നെയാണല്ലോ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പച്ചക്കറി വെച്ച് ഉണ്ടാക്കണത്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതൊരു 1.5 കപ്പ് പനീറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പനീറും വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. 1 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസാണ്. 1 കപ്പ് തന്നെ ക്യാരറ്റ് വളരെ നേരിയതാക്കി അരിഞ്ഞെടുത്തതാണ്. ആദ്യം നമുക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് കുറച്ചൊരു വേവുള്ള പച്ചക്കറിയാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ നന്നായിട്ട് ഇവരൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കാണുന്നവരിൽ ആരെങ്കിലും പനീർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചില്ലി സോസാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ചില്ലി സോസാണ്. ഇതിനു മുന്നേ ഞാൻ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ടത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല രുചിയാണ് ഈ ചില്ലി സോസിന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചില്ലി സോസ് ചേർക്കണത്. അപ്പോൾ നമുക്ക് ഇത് സമൂസ കഴിക്കുമ്പോൾ ഇങ്ങനെ പച്ചമുളക് കടിച്ചിട്ടുള്ള എരിവും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ് ഈ ചില്ലി സോസിന്. അപ്പോൾ ചില്ലി സോസും വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പാതിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കണത്. അപ്പോൾ ഓരോ പച്ചക്കറിക്കും ഓരോ വേവായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് പല പല ടൈമിലായിട്ട് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ക്യാപ്സിക്കമൊക്കെ ഒരുപാട് വെന്തിങ്ങനെ അലുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണത്. നമ്മളിവിടെ പൊടികളുടെ കൂട്ടത്തിൽ ചേർക്കണത് മീറ്റ് മസാല ഇല്ലേ, അതൊരു 1.5 ടീസ്പൂണും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രം കേട്ടോ. ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ അതിൽ തന്നെ എല്ലാം ഉണ്ടോ. അപ്പോൾ നമുക്ക് മഞ്ഞൾ, മുളക്, മല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ എണ്ണം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് മീറ്റ് മസാല ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ പൊടികളുടെ പരിപാടി കഴിയും കേട്ടോ. പൊടികളുടെ പച്ചമണം പോണവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് വെക്കുന്നത് 1 കപ്പ് തന്നെ കാബേജ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ കാബേജിനൊന്നും ഒട്ടും വേവില്ലാത്ത ആൾക്കാരില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇയാളെയൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കാബേജ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയേ. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണേ. ഫില്ലിങ് തണുത്തതിന് ശേഷം നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഷീറ്റ് ഇതേപോലെ മടക്കിയിട്ട് ഫില്ല് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും, എന്നാലും ഞാനൊന്നുകൂടെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് സൈഡ് തിരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പികളും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്ന ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊക്കെയാണ് കേട്ടോ കൂടുതലും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കാ വേണ്ടുന്ന വെച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് മൈദയില്ലേ, 2 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമൂസ ഇതേപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി ഫില്ലിങ്ങില്ല, അത് നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ദിവസേന ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ആ ഫില്ലിങ് നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ എയർ ഫ്രയറിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തില്ല, അതാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണത്. അതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ. ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്കിതിലേക്ക് ഇനി സമൂസ നിരത്തി കൊടുക്കാം. കുറച്ച് സമൂസ ഇതേപോലെ ട്രെയിൽ വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ഞാൻ ഇതേപോലത്തെ വയറാക്കില്ലേ അതിലും കൂടെ വെച്ചിട്ട് ഒന്നിച്ച് തന്നെ ബേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ.
ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറില്ലേ അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എയർ ഫ്രയറില്ലേ അതൊന്ന് 185 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ട്രേയിലുള്ളതും ഇതേപോലത്തെ വയർ റാക്കിലൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇതേപോലെ ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ട് വരും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് പുറത്തോട്ടെടുക്കുന്ന സമയത്ത് എയർ ഫ്രയറിൻ്റെ ഡോറില്ല അത് തുറന്ന് തന്നെ വെക്കണം കേട്ടോ. അത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ മുതൽ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ടാവേ. അപ്പോൾ അത് പുറത്തെടുക്കുമ്പോൾ അതൊന്ന് തുറന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അകത്ത് വെക്കുമ്പോൾ മാത്രമേ രണ്ടാമത് കുക്കിംഗ് സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ. ഇത് നോക്കിയാൽ എന്ത് ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ സമൂസ ഇവിടെ മൊരിഞ്ഞ് വന്നേക്കണമെന്ന്. അപ്പോൾ ഈ സമൂസ നമുക്ക് വളരെ ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ, എണ്ണയിലൊന്നും പൊരിക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇതേപോലത്തെ ഹെൽത്തി ആയിട്ട് റെസിപ്പികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താജ് ബൈറ്റ്സ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ബൈ ബൈ.